പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുക നന്ദുവിനെയാണ്. നന്ദു ആദർശ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോലീസ് വണ്ടി ഇറങ്ങി വരുന്നത് കണ്ട് ഗസ്റ്റ് ഹൗസ് നടത്തിപ്പുകാരൻ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അയാളെ കണ്ടപാടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ? മേഡം, ഈ സ്ഥാപനം നോക്കി നടത്തുന്നത് ഞാനാണ് എന്ന് പേടിച്ചു കൊണ്ട് അയാൾ പറയുന്നുണ്ട്. എന്താ മേഡം പ്രശ്നം? എന്തിനാണ് മേഡം വന്നത്? അതിന് ഞാൻ ചേട്ടനോട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആദർശ് സാർ അകത്തുണ്ടോ? ഉണ്ട് മേഡം, ഇന്നങ്ങ് വന്നതേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ട്. സാർ ഒരാൾ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു, അത് മേഡമായിരുന്നോ? അതെ, ഞാൻ തന്നെ. എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത്. താൻ എന്തിനാ അതിന് പേടിക്കുന്നത്? തനിക്ക് എന്തോ ഒരു കള്ളലക്ഷണമുണ്ടല്ലോ എന്ന് നന്ദു പറയുന്നുണ്ട്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആ ഹോട്ടൽ മാനേജർ CCTV ദൃശ്യങ്ങളെല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയും ആദർശേട്ട എന്ന് നന്ദു പറയുന്നുണ്ട്. ഞാൻ എന്തായാലും യഥാർത്ഥത്തിലെ കുറ്റവാളിയെ കണ്ടെത്തുക ആദർശേട്ട. എനിക്ക് നന്ദുവിൽ അത്രമാത്രം വിശ്വാസമുണ്ട്. നന്ദുവിന് വേണ്ട എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അന്വേഷണവുമായി നന്ദു മുന്നോട്ട് പോകണം. സത്യങ്ങളെല്ലാം തെളിയിച്ച് മുത്തശ്ശൻ്റെ മുന്നിൽ എനിക്ക് നിൽക്കണം. അല്ലാതെ എനിക്കൊരു സമാധാനവുമില്ല നന്ദു. ആദർശേട്ട, ഇനി എന്തേ കാര്യമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയാം. ഫോണിലൂടെ സംസാരിക്കുന്നത് അത്ര സേഫ് അല്ല. പിന്നെ ആദർശേട്ടനെ വിളിപ്പിച്ചാൽ സ്റ്റേഷനിലേക്ക് വരണം. ശരി നന്ദു, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് നന്ദു വണ്ടിയിൽ പോയിരിക്കുകയാണ്, പോലീസ് ജീപ്പിൽ. ആ സമയത്ത് നന്ദുവിനൊരു കോൾ വരുന്നുണ്ട്. നന്ദുവിന് കോൾ വരുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, മാഡം, മുംബൈ പോലീസാണ്, ഒരു ശങ്കർദേവ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവിനോട് അയാൾ പറയുന്നുണ്ട്, എടോ, CCTV ദൃശ്യങ്ങളെല്ലാം തൻ്റെ ഫോണിലേക്ക് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. അങ്ങനെ നന്ദു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആ വിഷ്വൽസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു സൂക്ഷ്മതയോടെ വിഷ്വൽസ് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ നന്ദുവിൻ്റെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, മേഡം, എന്തായി? അതിൽ നിന്ന് വല്ലതും കിട്ടിയോ? ഇല്ല, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഹോട്ടൽക്കാർ നമ്മുടെ മനഃപൂർവ്വം ചതിച്ചു. അവർ മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളുടെ കൂടെ തന്നെയാ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും മേഡം? ഞാനൊന്നും കൂടി മുംബൈ പോലീസിനെ ഒന്ന് ട്രൈ ചെയ്യാം. ശ്യാം, ഒന്ന് വണ്ടി ഒതുക്ക്. ഇത് പറഞ്ഞുകൊണ്ട് ജീപ്പ് ഒരു ഭാഗത്തായി ഒതുക്കുന്നുണ്ട്. അങ്ങനെ നന്ദു പുറത്തേക്ക് ഇറങ്ങി ഈ ശങ്കർദേവിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അങ്ങനെ ശങ്കർദേവിനോട് നന്ദു പറയുന്നുണ്ട്, സർ, ഞങ്ങൾ CCTV ഫുട്ടേജ് എല്ലാം പരിശോധിച്ചു. എന്നാൽ അതിൽ നിന്നൊരു തെളിവും കിട്ടിയിട്ടില്ല. അതിൽ ഫുൾ വിഷ്വൽസ് കിട്ടിയിട്ടില്ല. എവിടേക്കോ മിസ്സിംഗ് ആണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് നന്ദു പറയുന്നുണ്ട്. സോറി നന്ദന, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി തരാം. ഓക്കെ സാർ. ഇതും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ വിഷ്വൽസും എത്തിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആദർശിനെ നന്ദു വിളിക്കുന്നുണ്ട്. ഹലോ ആദർശേട്ടാ, എന്തായി നന്ദു കാര്യങ്ങൾ? അത് പറയാനാണ് ഞാൻ വിളിച്ചത്. CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കിട്ടി. ഞാനത് പരിശോധിച്ചു. എനിക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചു. അത് ഗ്രീനയെ കാണിക്കുന്നുണ്ട്. ആദർശേട്ടനുള്ള ജ്യൂസിൽ അവൾ ഉറക്കഗുളിക കലർത്തുന്നുണ്ട്. ഏതായാലും ചതിയിലൂടെയാണ് AN ജ്വല്ലറി അമേരിക്കൻ ഡീല് കരസ്ഥമാക്കിയത്. നന്ദു AN ജ്വല്ലറിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. അത് ഞാൻ തെളിയിക്കും ആദർശേട്ടാ. അവർ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ നന്ദു അന്വേഷണം ആരംഭിക്കുകയാണ്. ഗ്രീന എന്നൊരു പെൺകുട്ടി AN ജ്വല്ലറിയിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ AN ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് നന്ദു. അങ്ങനെ അയാൾ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മേഡം, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? ഞങ്ങൾക്കൊരു കാര്യം അറിയണം, അതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. അതേസമയം അയാൾ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നന്ദു ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാം. മൂർത്തി ജ്വല്ലറി ചതിക്കാൻ നോക്കിയത് AN ജ്വല്ലറിയാണ്. അതിൽ കളിച്ച ആളുകളെക്കുറിച്ച് നീ പറയണം. അതേസമയം അയാളാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ നീയും കൊടുക്കും എന്ന് നന്ദു പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പേടിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഗ്രീന എന്നൊരു സ്റ്റാഫുണ്ട്. അവളാണ് ജ്യൂസിൽ വിഷം കലർത്തി മൂർത്തി ജ്വല്ലറിയുടെ MDക്ക് കൊടുത്തത്. ആ കാര്യം അവർ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടതാണ്. അങ്ങനെ നന്ദു ഉണ്ടായ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുകയാണ്. തൻ്റെ കൊച്ചുമകനെ താൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് മുത്തശ്ശൻ വല്ലാതെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ നന്ദു ആദർശനോട് ഇക്കാര്യം പറയുകയാണ്. ആദർശന് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വീണ്ടും അനന്തപുരിയിലേക്ക് തന്നെ എത്തുകയാണ്. അങ്ങനെ മുത്തശ്ശനും ആദർശം ചേർന്ന് AN ജ്വല്ലറിക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നല്ല ഡിസൈനുകളെല്ലാം ഉണ്ടാക്കി AN ജ്വല്ലറിക്ക് ഒരു ഡീലും കിട്ടാത്ത രീതിയിലാക്കുകയാണ്. അങ്ങനെ മൂർത്തി ജ്വല്ലറി പഴയതുപോലെ തന്നെ വളർന്നു വരുന്നുണ്ട്. അതേസമയം AN ജ്വല്ലറി തകർച്ചയുടെ വക്കിലെത്തുകയും ചെയ്യുകയാണ്. നന്ദുവാണ് മൂർത്തി ജ്വല്ലറിയെ രക്ഷിച്ചതെന്നറിഞ്ഞപ്പോൾ ജാനകിക്ക് വലിയ സന്തോഷമാവുകയാണ്.
അങ്ങനെ ജാനകി നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്തുകയും ചെയ്യുന്നുണ്ട്.